بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 212 സൂറത്തുൽ ബയ്യിനയാണ് എടുക്കുന്നത്. മദനിയായ സൂറത്താണ്. ഇതുവരെ മക്കയിൽ അവതരിച്ച സൂറത്തുകളായിരുന്നു എടുത്തിരുന്നത്. ഇത് മദീനയിൽ അവതരിച്ച സൂറത്താണ്. 8 ആയത്തുകളാണ് ഇതിലുള്ളത്. ഇതിൽ പറയുന്ന വിഷയങ്ങൾ അഹ്ലു കിതാബുകൾ, യഹൂദി നസാറ, രണ്ട് വിഭാഗം ആളുകളാണല്ലോ അഹ്ലു കിതാബ് എന്ന് പറയുന്നത്. അവരുടെ നിലപാട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ ഇബാദത്ത് നിഷ്കളങ്കമായ രീതിയിൽ മുഖ്ലിസീങ്ങളായ രീതിയിൽ അള്ളാഹുവിൻ്റെ ഇബാദത്ത് എടുക്കുന്നതിനെ സംബന്ധിച്ച് സ്വാദാവും അഷ്കിയാവും എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ വിജയിച്ച ആളുകളും പരാജിതരായ ആളുകളുമുണ്ട്. ഈ 2 വിഭാഗം ആളുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും ഈ സൂറത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. 4 ആയത്തുകളാണ് ഇപ്പോൾ ഓതി വെച്ചത്. ലം യകുനില്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ ആയിട്ടില്ല. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബികളിൽ നിന്നുള്ള അവിശ്വാസികൾ, വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളും. ലം യകുൻ ആയിട്ടില്ല അല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബികളിൽ നിന്ന്. വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളും ആയിട്ടില്ല. മുൻഫക്കീന, മുൻഫക്കീന ഒഴിവായവരായിട്ടില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് വന്നെത്തുന്നത് വരെ. അൽ ബയ്യിനത്തു, വ്യക്തമായ തെളിവുകൾ വന്നെത്തുന്നത് വരെ അവരുടെ നിലപാടിൽ നിന്ന് ഒഴിവായവരായിട്ടില്ല. അവരുടെ നിലപാട് എന്തായിരുന്നു? അഹ്ലു കിതാബുകൾ എന്ന് പറഞ്ഞാൽ നസാറകളും ജൂതന്മാരും, യഹൂദി നസാറാക്കൾ. ഈ യഹൂദി നസാറാക്കളുടെ നിലപാട് എന്തായിരുന്നു? റസൂൽ വരുന്നത് വരെ റസൂലിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു അവർ. കാരണം അവരെ സംബന്ധിച്ച്, റസൂലിനെ സംബന്ധിച്ച്, ആഖിർ സമാനിൽ വരുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് അത് ആ പ്രവാചകന്റെ പേരും വിശേഷണങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ, തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ. അപ്പോൾ അവരെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അവർ വന്നപ്പോൾ അവരുടെ നിലപാട് മാറ്റി. അപ്പോൾ അവരുടെ നിലപാട് അങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. ആ പ്രതീക്ഷയിൽ നിന്ന് അവർ
വ്യക്തമായ തെളിവ് വരുന്നത് വരെ അവരുടെ ആ നിലപാടിൽ നിന്ന് ഒരു വ്യത്യാസം വന്നിട്ടില്ലായിരുന്നു. ഈ വ്യക്തമായ തെളിവ് എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് വിവരിക്കാം. ഇതിന്റെ തഫ്സീർ ലം യകുൻ അഹ്ലുൽ കുഫ്രി വൽ ജുഹൂദ് അല്ലദീന കഫറു ബില്ലാഹി വ ബിറസൂലിഹി, കുഫ്രിയത്തിന്റെയും സത്യനിഷേധത്തിന്റെയും ആളുകൾ, അവർ അള്ളാഹുവിനെ വിശ്വസിച്ചവരാണ്, അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരാണ്, റസൂലിനെ കൊണ്ട് വിശ്വസിക്കാത്തവരാണ്. അവരാരാണ്? മിനൽ യഹൂദി വൻ നസാറ, ജൂതന്മാരിൽ നിന്നും നസാറാക്കളിൽ നിന്നും. ജൂതന്മാരിൽ മുഴുവനും റസൂലിൽ വിശ്വസിച്ചില്ല എന്ന് പറയുന്നില്ല നസാറാക്കൾ. ജൂതന്മാരിൽ നിന്നും നസാറാക്കളിൽ നിന്നും അവിശ്വസിച്ച ആളുകൾ, വിശ്വസിക്കാതിരുന്നവർ. പിന്നെ മുശ്രിക്കീങ്ങൾ. മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് വിഗ്രഹാരാധകരാണ്. അവര് ജന്മനാൽ തന്നെ അങ്ങനെയാണ്. പിന്നെ അവരിൽ നിന്ന് കാഫിരീങ്ങൾ എന്ന് പറയാനില്ല. അഹ്ലു കിതാബുകളിൽ സത്യസന്ധരായ സത്യവിശ്വാസികളായ അഹ്ലു കിതാബികളുണ്ട്. കാരണം അവർക്ക് തൗറാത്തും ഇഞ്ചീലും നൽകപ്പെട്ട ആളുകളാണ്. അവരാണ് അഹ്ലു കിതാബ് എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ അഹ്ലു കിതാബുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളുണ്ട്. അവർ സത്യസന്ധരായ ആളുകളാണ്, മുഅ്മിനീങ്ങളാണ്. അപ്പോൾ അവരല്ലാത്തവരെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ റസൂലിലും അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കാത്ത ആളുകളും പിന്നെ മുശ്രിക്കീങ്ങൾ. അവര് വിഗ്രഹാരാധകരാണ്, വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ അവര് ആയിട്ടില്ല മുന്തഹീൻ, അവർ വിരമിക്കുന്നവരായിട്ടില്ല. അമ്മാവും അലയും മിനൽ കുഫ്രി, കുഫ്രിയത്തായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് വിരമിച്ചിട്ടില്ല. ഏതുവരെ അവർക്ക് വ്യക്തമായ തെളിവ് വരുന്നത് വരെ അവരുടെ ഈ അവിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല. ഈ വ്യക്തമായ തെളിവ് എന്ന് പറയുന്ന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വമാണ്. പ്രവാചകത്വവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇടയിലേക്ക് വരിക എന്നുള്ളതാണ് വ്യക്തമായ തെളിവ്. അപ്പൊ അത് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. വ്യക്തമായ തെളിവ് വരുന്നത് വരെ അവരുടെ നിലപാടിൽ നിന്ന് വിരമിച്ചിട്ടില്ല, ഒഴിവായിട്ടില്ല. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ, റസൂല്, ഒരു ദൂതൻ വരുന്നത് വരെ, അത്താത്തേത്തിയഹുൽ ബയ്യന, വ്യക്തമായ തെളിവ് വന്നു കിട്ടുന്നത് വരെ അവർ വിരമിച്ചിട്ടില്ല, ഒഴിവായവരായിട്ടില്ല അവരുടെ നിലപാടിൽ നിന്ന് എന്ന് പറഞ്ഞല്ലോ. അതായത് റസൂലും മിനല്ലാഹി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദൂതൻ വരുന്നത് വരെ. യത്ലൂ, ആ ദൂതൻ ഓതി കേൾപ്പിച്ചു കൊടുക്കും. സുഹുഫ മുതഹ്ഹറ, പരിശുദ്ധമായ ഏടുകളെ പാരായണം ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു റസൂല് വന്നു കിട്ടുന്നത്, ഒരു ദൂതൻ വരുന്നത് വരേക്കും അവർ ഒഴിവായിട്ടില്ല. ഈ റസൂല് വന്നിട്ട് പരിശുദ്ധമായ ഏടുകൾ വായിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് അത് നോക്കി വായിച്ചു കൊടുക്കലല്ല. പാരായണം ചെയ്യുക എന്ന് പറഞ്ഞത് ബൈഹാർട്ടായിട്ട് പാരായണം ചെയ്യുക. അത് സുഹുഫ് എന്ന് പറഞ്ഞാൽ ഖുർആൻ വചനങ്ങൾ എഴുതിയ ഏടുകൾ. ഖുർആൻ വചനങ്ങൾ എഴുതപ്പെട്ടത് ഏടുകളുണ്ടല്ലോ, ആ ഏടുകൾ അത് മുത്തഹറത്തായ ഏടുകളാണ്. മുത്തഹറത്തായ ഏടുകൾ എന്ന് പറഞ്ഞാൽ അതില് യാതൊരു സംശയമോ കളവോ അതല്ലെങ്കിൽ വേറെ കാപട്യമോ ഒന്നുമില്ലാത്ത
ലലാലിയത്തിന് തൊട്ടുമെല്ലാം ഒഴിവായ പരിശുദ്ധമായ ഒരു ഏടുകളാണ്. ഈ ഏടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഏടുകളിൽ വ്യക്തമായി ഖുർആൻ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഇവർക്ക് വായിച്ചു കൊടുക്കുക. ആ ഖുർആൻ ഏടുകളിൽ നോക്കിയിട്ട് വായിച്ചു കൊടുക്കലല്ല. കാരണം അത് റസൂലിന് കഴിയില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ്. ലാ യക്തുബു വലാ യഖ്റഉ, എഴുതുകയോ വായിക്കുകയോ ഇല്ല. അപ്പം അങ്ങനെയല്ല. ഇതുപോലെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് ആദ്യമായിട്ട് ഇറങ്ങിയ വഹയിൽ പറഞ്ഞത് എന്താ? ഇഖ്റഅ വായിക്കാനാ, ഒന്നും നോക്കി വായിക്കലല്ല. അവിടെയും നോക്കി വായിക്കലല്ല, നോക്കി വായിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അവിടെ. അത് ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഉരുവിടാനാണ് റസൂലിനോട് അവിടെ വെച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇവിടെയും ബൈഹാർട്ടായിട്ട് റസൂല് മനഃപ്പാടമാക്കിയ കാര്യങ്ങളാണ് ഇവിടെ വായിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഖുർആൻ ഓതി കേൾപ്പിക്കുക. അങ്ങനെ കേൾപ്പിക്കുന്ന ഒരു പ്രവാചകൻ, ഒരു ദൂതൻ വന്നു കിട്ടിയതല്ലാതെ അവരുടെ നിലപാടിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നർത്ഥം. റസൂലുൻ മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമാ യത്ലൂഹാ അൻ ഗൈരി ഖൽബി. ബൈഹാർട്ടായിട്ട് ഓതിക്കൊടുക്കുക. ഒരു കിതാബിൽ നിന്ന് നോക്കി വായിക്കുകയല്ല റസൂൽ ചെയ്യുന്നത്. ലിഅന്നഹു അലൈഹിസ്സലാം ഉമ്മിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ്. ലാ യഖ്റഉ വലാ യക്തുബു, എഴുതുകയോ വായിക്കുകയില്ല. അപ്പോൾ എഴുതുകയും വായിക്കുകയും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്നത് എങ്ങനെ? ബൈഹാർട്ടായിട്ട്. ഈ ബൈഹാർട്ടായിട്ട് ഓതിക്കൊടുക്കുന്നത് എന്താ? മുത്തഹറത്തായ ഏടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഖുർആൻ വചനങ്ങളാണ്. മുത്തഹറത്തുമാണ് ആ വചനങ്ങൾ. മുത്തഹറത്തും മിന ശിർക്കി വസ്സൂരി വന്നിഫാഖി വൽദലാലത്തി വൽബാതിൽ. ഒരു വിധ സംശയമോ കള്ളത്തരമോ ഒന്നും ഇല്ലാത്ത, നിഫാഖില്ലാത്ത, ദലാലിയത്തില്ലാത്ത, ബാത്തിലായ നിരർത്ഥകമായ കാര്യങ്ങളില്ലാത്ത വളരെ ശുദ്ധമായ പരിശുദ്ധമായ ഏടുകളാണ്. ഖുർആനിൽ ഉള്ള വചനങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വായിച്ചു കൊടുക്കുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ഒരു ദൂതൻ വരിക എന്നുള്ളതാണ് ഈ വ്യക്തമായ തെളിവ് വരിക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഒരു ദൂതൻ വരിക എന്നുള്ളതാണ്. ഫീഹാ, ആ ഏടുകളിലുണ്ട്, കുത്തുബും ഖയ്യിമാ, ഒരു നിലയിലും ഒരു വളവോ തിരിവോ ഇല്ലാത്ത നിയമവിധികളുണ്ട് അതിൽ. ഫിയ, അതിലുണ്ട്, കുത്തുബുൻ, നിയമവിധികളുണ്ട്. ഖയ്യിമത്തുൻ എന്ന് പറഞ്ഞാൽ വളവോ തിരിവോ ഇല്ലാതെ നേരായ വഴിയിലുള്ള, നേരായ രീതിയിലുള്ള നിയമവിധികളുണ്ട്. കുത്തുബുൻ എന്ന് പറഞ്ഞാൽ നിയമവിധികളാണ്. ആ നിയമവിധികൾ റെക്കോർഡാക്കപ്പെട്ടതാണ് അതിൽ. അതിൻ്റെ തഫ്സീർ ഫിഹ, അതിലുണ്ട്, കുത്തുബുൻ, നിയമവിധികളുണ്ട്, ഖയ്യിമത്തുൻ, നേരായ വക്രതയില്ലാത്ത വിധത്തിലുള്ള നിയമവിധികൾ. ഫിഹ, അതിൻ്റെ തഫ്സീർ ഫിഹ അഹ്കാമുൻ, അതിൽ നിയമങ്ങളാണുള്ളത്. ലാ ഇബദ ഫിഹ, അതിൽ യാതൊരു വളവോ വക്രതയോ ഇല്ല. തബയ്യനൽ ഹഖ് മിനൽ ബാതിൽ. സാവി ഇവിടെ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് മുറാദ് ബിസ്സുഹഫി, സുഹഫ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖറാത്തീസ്, പേപ്പറുകൾ, കടലാസുകൾ. അല്ലത്തി, എങ്ങനെയുള്ള കടലാസുകൾ? യുക്തബ ഫിഹൽ ഖുർആൻ, അതിൽ ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ എഴുതപ്പെട്ട കടലാസുകളാണ് സുഹഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
വൽ മുറാദു ബിൽ അഹ്കാം വൽ മുറാദു ബിൽ കുത്തുബി. കുത്തുബി എന്ന് പറഞ്ഞതുകൊണ്ട് ഫിഹ കുത്തുബും കയ്യുമുണ്ടല്ലോ. ആ കുത്തുബി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അഹ്കാമുൽ മക്തൂബത്തു ഫിഹ, അതിൽ എഴുതപ്പെട്ട ആ നിയമവിധികളാണ്. ഇന്നമാ ഖാല ഫിഹ കുത്തുബും കയ്യിമ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നൽ ഖുർആന സന്തത്ത് കുത്തുബില്ലാഹിൽ മുതഖദ്ദിമ. അപ്പോൾ ഇതാണ് ഫിഹ കുത്തുബും കയ്യിമ, അതിലുണ്ട് കുത്തുബും കയ്യിമ, നിയമവിധികളുണ്ട്, എഴുതപ്പെട്ടതായ നിയമവിധികൾ. കയ്യിമത്തും ധാരാളം വക്രതയോ ഒരു വളവോ തിരിവോ ഇല്ലാത്ത നിലയ്ക്കുള്ള നേരായ വഴിയിലുള്ള നിയമവിധികളുണ്ട്. 4-ാമത്തെ ആയത്ത് വമാ തഫറഖ അല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹുമുൽ ബയ്യിന. വമാ തഫറഖ അല്ലദീന ഊത്തുൽ കിതാബ, വമാ തഫറഖ വേർപിരിഞ്ഞിട്ടില്ല, അഭിപ്രായക്കാരായിട്ടില്ല, അല്ലദീന ഒരു കൂട്ടർ. ഊത്തുൽ കിതാബ് എങ്ങനെയുള്ളവരാണ് ഊത്തുൽ കിതാബ? അവർക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട്, അഹ്ലു കിതാബികളാണ്. അപ്പൊ അഹ്ലു കിതാബികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഈ 2 വിഭാഗം ആളുകൾ ഭിന്നിച്ചിട്ടുണ്ട്. ഈ ഭിന്നിപ്പ് ഉണ്ടായിട്ടില്ല ഇല്ലാ മിൻ ബഅദി ജാഅത്തുഹുമുൽ ബയ്യിന, ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹും അൽ ബയ്യിന. വ്യക്തമായ തെളിവ് അവർക്ക് വന്നതിന് ശേഷം അല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. വ്യക്തമായ തെളിവുകൾ വരിക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വവുമായിട്ട് അവരുടെ ഇടയിൽ വന്നപ്പോഴാണ് ഈ ഭിന്നിപ്പൊക്കെ ഉണ്ടായത്. അവർ ആദ്യത്തെ നിലപാടിൽ നിന്ന് മാറിയിട്ട് റസൂലിനെ കൊണ്ട് വിശ്വസിക്കാതെ അവർ ഭിന്നാഭിപ്രായക്കാരായി. പലരും ആ നിലയിൽ റസൂലിനെ എതിർക്കുകയും റസൂലിനെ പുച്ഛിച്ച് തള്ളുകയൊക്കെ ചെയ്തു. അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ആ നിലയിൽ അതനുസരിച്ച് അവർ പറയുകയോ റസൂലിനെ അംഗീകരിക്കുകയോ അവർ ചെയ്തില്ല. ചെയ്യാത്ത നിലക്ക് റസൂലിനെ പുച്ഛിക്കുകയും റസൂലിനെ റസൂലിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും മാത്രമാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഭിന്നാഭിപ്രായക്കാരായത് റസൂൽ വന്നതിന് ശേഷം. വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയപ്പോൾ അവർ ഭിന്നാഭിപ്രായക്കാരായി അവർ ഭിന്നിച്ചുപോയി. വമഖ്തലഫൽ യഹൂദു വന്നസാറ, യഹൂദികളും നസാറാക്കളും ഭിന്നിച്ചിട്ടില്ല. ഫീ ഷൈനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹും, അവർക്ക് വന്നതിന് ശേഷമല്ലാതെ. അൽ ഹുജ്ജത്തുൽ വാദിഅ, വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷമല്ലാതെ. അദ്ദാലത്തി അലാ സിദ്ഖി റിസാലത്തിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സത്യസിദ്ധമാണെന്നും അത് അവരുടെ കിതാബുകളിൽ പറയപ്പെട്ട പ്രവാചകനാണെന്നും അറിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നപ്പോഴാണ് അവർ ഭിന്നിച്ചിട്ടുള്ളത്. അതുവരെ അവർ ഭിന്നിച്ചിട്ടില്ല എന്നർത്ഥം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അവർക്ക് ഇവര് ഭിന്നിച്ചിട്ടില്ല, ആ വ്യക്തമായ അറിവുകൾ അവർക്ക് വന്നതിന് ശേഷമല്ലാതെ അഹ്ലു കിതാബുകൾ ഭിന്നിച്ചിട്ടില്ല. വമഖ്തലഫു ഫീ നബുവ്വത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ അവർ ഭിന്നാഭിപ്രായക്കാരായിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ അലിമു അന്നഹു ഹഖ്ഖുൻ, അത് സത്യസന്ധമാണെന്ന് അവർ അറിഞ്ഞതിന് ശേഷമാണ് അതിനെ നിഷേധിച്ചുകൊണ്ട് അവർ ഭിന്നാഭിപ്രായക്കാരായത്.
കാരണം അവർക്കറിയാം എന്നും കാമിയാലമോന സിഹത്തം രൂപത്തിൽ നബി കരീമിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സത്യസന്ധമാണ്, അത് 100% ശരിയാണെന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരുന്നു. അത് അവർക്ക് അറിയുന്നത് എങ്ങനെ? അവരുടെ കിതാബുകളിൽ അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത കിതാബാണ് തൗറാത്തും ഇൻജീലും. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആഖിറു സമാനിൽ അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ ലക്ഷണങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെന്ന് ഇത് നബിയും പ്രവാചകനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ പ്രവാചകനാണ് എന്നുള്ളതും അവർക്കറിയാം. എന്നിട്ടും അവര് അതിനെ നഖശിഖാന്തം എതിർക്കുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്യുകയായിരുന്നു. അപ്പോ അതുകൊണ്ട് അവർ ഇതെല്ലാം വന്ന് കിട്ടിയതിന് ശേഷമാണ് ഈ ഭിന്നിപ്പുണ്ടായത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 4 ആയത്തുകളാണ് ഇപ്പോൾ എടുത്തത്. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.